നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ലോണം മഴ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈകുന്നേരം നനഞ്ഞു കുതിർന്നിട്ടായിരിക്കും വരുന്നത്. വന്ന പാടെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് കിച്ചണിലോട്ട് കയറും. എന്താണ് പരിപാടി എന്നല്ലേ, ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാനുള്ള മൂടായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ പീൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ എയർ ഫ്രയറിലെ ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ എയർ ഫ്രയറിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പൊ ആദ്യമേ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതിലോട്ട്, ഫ്രഞ്ച് ഫ്രൈസ് അല്ല പൊട്ടാറ്റോ അതിലോട്ട് ഇടാന്ന് വിചാരിച്ചു ചേട്ടാ. അപ്പൊ നോർമലി ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ഇടുന്നത്. ഇത്തവണ ഞാൻ ഈ ഇതിലുണ്ടാക്കുന്നതുകൊണ്ട്, എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ എയർ ഫ്രയറിലോട്ട് വെച്ചത് കേട്ടോ. അത് പൊട്ടാറ്റോ വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് ഒരു 2 സ്പൂണിന്റെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഈവൺ ആയിട്ട് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒരു 2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാൻ അതിൽ സെറ്റ് ചെയ്ത് വെച്ചേട്ടാ. ടെമ്പറേച്ചറും ടൈമും ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൽ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള. ഒരു 15 മിനിറ്റ് കഴിഞ്ഞത് എൻ്റെ പൊന്നു കിടിലം മണം കേട്ടോ. വീട് മൊത്തം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കിടിലമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തു. എന്നിട്ട് ഞാൻ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ആയ പൊട്ടാറ്റോ അതിലോട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇതിലേക്ക് നമ്മുടെ ക്രഷ് ഉണ്ടല്ലോ, എന്താണ് ചില്ലി ക്രഷ്, നമ്മുടെ മുളക്, ഉടച്ച മുളക് വാങ്ങിക്കാൻ കിട്ടില്ല, അതാണ് ഇതിലൂടെ ഇടുന്നതിനോട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പാറക്കുട്ടിക്ക് അത്ര എരിയുള്ളത് ഇഷ്ടമല്ല. അപ്പം അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈവച്ചെടുക്കാൻ പറ്റില്ല ഗൈസ്, നല്ല ചൂടുണ്ട്. കഴിച്ച് നോക്കിയപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിട്ട്, ആ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാറുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാറുവിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ്. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. പിന്നെ കട്ടൻ മസ്റ്റ് ആണല്ലോ, മഴ കട്ടൻ, ഇതൊരു വികാരമാണല്ലോ. അപ്പൊ ഞാൻ കട്ടനും ഉണ്ടാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കട്ടനാണെങ്കിൽ നല്ല എന്താണ് കടുപ്പം കുറച്ചിട്ട് നന്നായിട്ട് മധുരമായിട്ട് കുടിക്കുന്നതാണ് കട്ടൻ എനിക്കിഷ്ടം കേട്ടോ. കോഫി ആണെങ്കിൽ നേരെ തിരിച്ചും സ്ട്രോങ് ആയിട്ട് മധുരം കൂട്ടി വേണം. അപ്പം ഞാൻ കുറച്ച് സോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോസിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം, പാറുകുട്ടിക്കും ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ.